വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കണവ തോരനാണേ. ഈ കണവയ്ക്ക് പല നാടുകളിൽ പല പേരാണ്. ഇവിടൊക്കെയാണ് കണവ എന്ന് പറയുന്നത്, ചിലയിടത്ത് ഇതിനെ കൂന്തൽ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാമേ. ആദ്യം തന്നെ കുറച്ച് കണവയെടുത്ത് ഒന്ന് ക്ലീൻ ആക്കുകയാണ് ചെയ്യേണ്ടത്. കണവ വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാമേ. ഈ ഒരു ഷേപ്പിൽ നമുക്ക് മുറിച്ച് മാറ്റിയെടുക്കാമേ എല്ലാ കണവയും. അങ്ങനെ മുറിച്ച് മാറ്റിയതിന് ശേഷം അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാമേ. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് ചിരകിയ കുറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് ഒന്ന് ചതച്ചെടുത്തേക്കുവാണേ. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 2 സവാള അരിഞ്ഞതും 1 തക്കാളിയും 4-5 കഷ്ണം കുടംപുളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 1 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, കുറച്ച് ഉപ്പ് എന്നിവയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാവുന്നതാണ്. ആ ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 4 to 5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ കടുക് പൊട്ടുന്നത് വരെ നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓഫ് കടുകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിലയും അതുപോലെ തന്നെ 3-4 വറ്റൽ മുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ സവാളയുടെ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ 2 സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, 1 തക്കാളി, കുറച്ച് കറിവേപ്പില, കുറച്ച് വാളൻപുളി, ഉപ്പ് എന്നിവയാണ് ഉള്ളത്. ഇത് നമുക്ക് ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് കഴിഞ്ഞ് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വാടി വരുന്നത് കാണാം. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങയുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ തേങ്ങ, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ആക്കിയ തേങ്ങയാണ് ഉള്ളത്. അതൊന്ന് ചതച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നല്ല രീതിക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയുടെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ സവാളയുടെ മിക്സും അതുപോലെ തന്നെ തേങ്ങയുടെ മിക്സും ഈ മീനിനകത്ത് നല്ലപോലെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് വേവിക്കാനായിട്ട് ഇതൊന്ന് മൂടി വെക്കാവുന്നതാണ്. ആ മൂടി വെക്കുന്നതിന് മുന്നേ തൊട്ട് മുന്നേ കുറച്ച് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ തേങ്ങയുടെ മിക്സ് എടുത്തു വെച്ചിരുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതെല്ലാം കൂടെ ഒന്ന് കലക്കി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആവി വരുമ്പോൾ അതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാവുന്നതാണ്.
നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണവത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുവാണ്. നല്ല നാടൻ സ്റ്റൈലിൽ നല്ല രുചിയിലാണ് ഇത് വെച്ചേക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല അതിൻ്റെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. താങ്ക് യു.